ഇനി വാഹനങ്ങൾ നിരത്തുകളൊക്കെ കീഴടക്കുന്നതിന് മുൻപ് പ്രത്യേകിച്ചും കാൽനടയായ ആളുകൾ ഒരുപാട് ദൂരമൊക്കെ സഞ്ചരിച്ചിരുന്ന കാലത്ത് അവർക്ക് തണലൊരുക്കാനായി നിർമ്മിച്ച ഒരു സംഭവമാണ് കളത്തട്ടുകൾ. ഇന്ന് പലർക്കും ചിലപ്പോൾ ഒരുപക്ഷെ കേട്ട് അറിവുണ്ടാകില്ല. ഇപ്പോൾ നാട് വികസനത്തിലേക്കൊക്കെ കുതിച്ചു, റോഡുകൾ വീതി കൂട്ടി ഇല്ലേ, മറ്റ് കെട്ടിടങ്ങളൊക്കെ വന്നു. അപ്പോൾ പലതും കള്ളത്തട്ടുന്നത് ഒരു ഓർമ്മയായി അവശേഷിച്ചു പോയി. പക്ഷേ ചിലയിടങ്ങളിൽ ഇപ്പോഴും ആ പഴമയുടെ സൗന്ദര്യം അങ്ങനെ നിലനിൽക്കുന്നുണ്ട്. കാണാം. ഇത് കളത്തട്ടെന്ന് പറയും. ഇവിടെ 2 കളത്തട്ടുണ്ടായിരുന്നു. കാമപുരത്ത് കാവിൽ ക്ഷേത്രത്തിൻ്റെ കളത്തട്ടാണ്. ഒന്ന് ഇതിൽ പടിഞ്ഞാറ് വശമാണ്, അത് പൊളിഞ്ഞു പോയി. ഇത് മാത്രമേ ഇപ്പോൾ അവശേഷിക്കുന്നു. അത് 1000 വർഷത്തിനപ്പുറം പഴക്കമുള്ളതാണ്. ദക്ഷിണ കേരളത്തിലെ ഏറ്റവും പഴക്കം ചെന്ന ക്ഷേത്രമാണ് ഈ കാമപുരത്ത് കാവിൽ ക്ഷേത്രം എന്ന് പറയുന്നത്. അത് അമ്പലവുമായി ബന്ധപ്പെട്ട് കൊണ്ടുള്ളതാണ്. വരുന്നവർക്ക് വിശ്രമിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആർക്കും വന്നിരിക്കും. ഈ ചുമട് താങ്ങിയൊക്കെ ഉണ്ടായിരുന്നു. റോഡ് ഉണ്ടാകുന്നതിന് മുമ്പ് നടന്നായി പോയിക്കൊണ്ടിരുന്ന ആൾക്കാരൊക്കെ സർവീസില്ല ഉണ്ടാകുന്നതിന് മുമ്പ്. അപ്പോൾ ഇവിടെ നിന്ന് ഭാരമൊക്കെ താഴെ ഇറക്കി വെക്കാനായിട്ടുള്ള ചുമട് താങ്ങി ഉണ്ടായിരുന്നു. ഇവിടെ ഒന്ന് വിശ്രമിക്കുക. ഇതിലായിട്ട് വിളക്കുമൊക്കെ ഉണ്ട്. വിളക്കൊക്കെ കത്തി വെച്ചിരിക്കുക. അതിനുവേണ്ടി ഉണ്ടാക്കി വെച്ചിരുന്നതാണ്. എൻ്റെ ഓർമ്മ വലിയ ഈ ചൂടിനൊക്കെ വലിയൊരു ആശ്വാസമാണ്. പിന്നെ ഇതിനു വേണ്ടി ആളുകളാണ് എല്ലാവരും ഒക്കെ ഓരോ ജോലിക്കും മണിക്കൊക്കെ നല്ല സുഖമായിരിക്കുക. കഴിയുമ്പോഴൊക്കെ നല്ല സ്ഥിരം ഇരിക്കുമായിരുന്നു. ഇവിടെ വരാൻ ഒന്നാമത് ലോങ് ആയിട്ട് ആയിരിക്കും പോകുന്നത്. പിന്നെ തിരിച്ച് വരുമ്പോൾ എന്തായാലും ക്ഷീണിക്കും. ഇവിടെ വന്നിരുന്ന് കഴിഞ്ഞാൽ നല്ല സുഖമാണല്ലോ ഇരിക്കാൻ. നല്ല കാറ്റുണ്ട്. പിന്നെ ഇവിടുന്ന് നാട്ടുകാരൊക്കെ ഉണ്ടാവും. ആരും പരിചയമില്ലെന്നുണ്ടെങ്കിൽ ഇവിടെ വന്നിരുന്ന് കഴിഞ്ഞാൽ പിന്നെ വേറെ ശല്യങ്ങളൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് ഇങ്ങനെ ഇരിക്കും. അമ്പലപ്പുഴ തിരുവല്ല റോഡിൽ കരുമാടിയിലാണ് ഈ കളത്തട്ട്. ആലപ്പുഴ ജില്ലയിലെ കലവൂർ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലും ചെട്ടുകുളങ്ങര പോലുള്ള ക്ഷേത്രങ്ങളിലും നൂറ്റാണ്ടുകൾ പഴക്കമുള്ള കളത്തട്ടുകൾ സംരക്ഷിക്കുന്നുണ്ട്. കാലത്തിനനുസരിച്ച് മാറ്റങ്ങൾ ഉണ്ടാകണം. പക്ഷേ മനുഷ്യന് ആവശ്യമുള്ളവ ഇതേപോലെ നിലനിർത്തണം. രഘുനാഥ് നാരായണൻ, മാതൃഭൂമി ന്യൂസ്, ആലപ്പുഴ. രഘു കൂടുതൽ കാര്യങ്ങൾ പറയും. രഘു, ഒരു നാടിൻ്റെ ചരിത്രവും കൂടിയാണ് കളത്തട്ടുകളൊക്കെ നിലനിൽക്കുമ്പോൾ ആളുകളുടെ മനസ്സിലേക്ക് വരിക. ഇത്രയും വർഷങ്ങൾ പഴക്കമുള്ളത് അത് സംരക്ഷിക്കും. ഒന്ന് ഇടിഞ്ഞു പൊളിഞ്ഞു വീണു എന്ന് പറഞ്ഞു, അവിടെ വീണ്ടും അത് നിർമ്മിക്കാൻ പറ്റുവാണെങ്കിൽ നല്ല കാര്യം. എങ്ങനെയാണ് നാട്ടുകാരൊക്കെ ഇതിനെ അവരുടെ ഭാഗത്തു നിന്നുള്ള ഒരു സംരക്ഷിക്കൽ, എങ്ങനെ, എന്താണ് അതിൻ്റെ ഒരു കഥകൾ? ഇന്ന് പൊതുവെ വെയിലിന് ചെറിയ കുറവുണ്ടായിരുന്നു, കനത്ത ചൂടുണ്ടായിരുന്നില്ല. എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ അനുഭവിച്ചതാണ് കൊടും ചൂട്. കാറിൽ AC ഇട്ട് പോകാൻ പോലും പറ്റാത്ത അവസ്ഥയിലുള്ള കാലത്തൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഞാൻ ഈ അമ്പലപ്പുഴ ഈ റോഡിലൂടെ പോകുമ്പോൾ, തിരുവല്ല റോഡിലൂടെ പോകുമ്പോൾ സമയമുണ്ടെങ്കിൽ ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ ഇറങ്ങി അവിടെ ഇരിക്കാറുണ്ട്. കാരണം നമ്മളോട് സംസാരിച്ച ആളുകളൊക്കെ പറയുന്നത് പോലെ തന്നെ വലിയ സുഖമാണ് അവിടെ ഇരിക്കാൻ. അതിൻ്റെ തൊട്ടപ്പുറത്തൊരു ആലുണ്ട്, അപ്പുറത്ത് കുളമുണ്ട്. അങ്ങനെ ഒരു നല്ല അന്തരീക്ഷം. ഒരു എത്ര ചൂടാണെങ്കിലും നമ്മൾ അവിടോട്ട് കയറിയാൽ എത്ര വലിയ തണുപ്പുള്ള AC ഇട്ടാൽ പോലും കിട്ടാത്ത ഒരു സുഖം ശരീരത്തിനും മനസ്സിനും ലഭിക്കും. ഇതേപോലെ ധാരാളം കളത്തട്ടുകൾ പലയിടങ്ങളിലും ഉണ്ടായിരുന്നു. വഴിയമ്പലം എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള സംവിധാനങ്ങൾ നമുക്കുണ്ടായിരുന്നു. നമ്മളുടെ ഒരു ദീർഘവീക്ഷണമില്ലാത്ത, അല്ലെങ്കിൽ പണ്ടുള്ളതെല്ലാം മോശമാണെന്നുള്ളൊരു ചിന്ത മുൻപ് ഉണ്ടായിരുന്നു. ഇപ്പോഴങ്ങനെയല്ല, സംരക്ഷിക്കപ്പെടുന്നുണ്ട്. പക്ഷേ എന്നാൽ ചില കാലത്ത് അങ്ങനെ ഉണ്ടായി. കോൺക്രീറ്റ് കാടുകളാണ്, കോൺക്രീറ്റ് കെട്ടിടങ്ങളാണ് നല്ലത് എന്നുള്ള ബോധത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇതേപോലത്തെ സംവിധാനങ്ങളൊക്കെ, കളത്തട്ടുകളൊക്കെ പൊളിച്ച് കളഞ്ഞിരുന്നു. എന്നാൽ ഇപ്പോഴും ഹൈവേ വികസനത്തിൻ്റെ ഭാഗമായിട്ടൊക്കെ കുറച്ച് കളത്തട്ടുകൾ ആലപ്പുഴ ജില്ലയിൽ തന്നെ പോയിട്ടുണ്ട്. അതൊന്നും മാറ്റി സ്ഥാപിക്കാനുള്ള തീരുമാനങ്ങളൊന്നുമില്ല. പക്ഷേ ഇത്തരം കളത്തട്ടുകളാണെങ്കിലും മരത്തണലുകളാണെങ്കിലും മനുഷ്യന് നൽകുന്ന സുഖം എത്രത്തോളം ഉണ്ടെന്ന് അത് അനുഭവിച്ചറിയാം. പക്ഷേ ഇതൊക്കെ വല്ലവൻ്റെയും വീട്ടിലിരിക്കുന്ന അല്ലെങ്കിൽ പൊതുസ്ഥലത്തുള്ള ഇത്തരം കളത്തട്ടുകളാണെങ്കിലും മരത്തണലുകളൊക്കെ ആണെങ്കിലും ആസ്വദിക്കാനാണ്, അതിൻ്റെ തണലിൽ പോയി ഇരിക്കാനാണ് നമുക്കിഷ്ടം. നമ്മുടെ വീട്ടിൽ ഏതെങ്കിലും രീതിയിലൊക്കെ ഇങ്ങനെയുള്ളൊരു മരമോ അല്ലെങ്കിൽ ഈ ഇതുപോലത്തെ കളത്തട്ടുകളോ മാടമെന്നൊക്കെ പറയുന്ന ചില സംവിധാനം കുട്ടനാട്ടിലൊക്കെ ഉണ്ട്. അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് പൊളിച്ചു കളയുകയും വല്ലോടത്തിരിക്കുന്നത് കാണുകയും അത് ഉപയോഗിക്കുകയും ചെയ്യുന്നതാണ് നമ്മളുടെ ഒരു പൊതുരീതി. എന്തായാലും ഈ കളത്തട്ടുകൾ നാട്ടിലെ ഒരു സൗഹൃദത്തിൻ്റെ അല്ലെങ്കിൽ നാട്ടുവർത്താനത്തിൻ്റെ ഇടം കൂടിയാണ്. ഈ നമ്മൾ കാണിച്ച കളത്തട്ടിൽ വൈകുന്നേരമൊക്കെ ആകുമ്പോഴത്തേക്ക് നാട്ടിൻ പുറത്തുള്ള ആളുകളൊക്കെ എത്തി ആ നാട്ടിലെ
വർത്താനവും ഒക്കെ പറഞ്ഞ് വളരെ ആസ്വദിച്ച് അവിടെ അത് മനോഹരമായി കൊണ്ടു നടക്കുന്നുണ്ട് എന്നത് സന്തോഷകരമായ കാര്യമാണ്. ഇപ്പോൾ